നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിനെ സത്യമായി അവതരിപ്പിക്കുകയും അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 4 ആൾക്കാർ തീരുമാനിക്കുന്നു ഞാൻ ഇരുന്ന അല്ല സംസാരിക്കുന്നത്, ഞാൻ നൃത്തം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു വർണ്ണന ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു. 4 പേർ തീരുമാനിക്കുന്നു. അവർ ഞാൻ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിനെ ഫോട്ടോഷോപ്പ് ചെയ്യുന്നു, എന്നെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു, ഞാൻ പറയുന്ന വാക്കുകളിൽ മറ്റു വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു, ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മറ്റു രീതിയിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ച് അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അത് സത്യമാണെന്ന് അംഗീകരിക്കാൻ വേണ്ടി ലോകത്ത് ആൾക്കാർ തയ്യാറാകുന്നു. അതാണ് സത്യാനന്തര കാലത്ത് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭീഭത്സമായ പ്രകടനം 2016 അമേരിക്കൻ തിരഞ്ഞെടുപ്പിലാണ് ഉണ്ടായത്. അന്ന് ഹിലാരി ക്ലിൻ്റനെതിരായിട്ട് നട്ടാൽ മുളയ്ക്കാത്ത കളകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയ വിസാർഡുകൾ, സ്പെഷ്യലിസ്റ്റുകൾ അവരുണ്ടാക്കുകയും അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും അത് സത്യമാണെന്ന് അമേരിക്കയിലെ വോട്ടർമാർ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലാവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2016 വേർഡ് ഓഫ് ദ ഇയറായി പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തരം എന്ന വാക്കിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ സ്തംഭങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ പലതും, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിലെ പല ധാരകളും ഈ പറഞ്ഞ രീതിയിൽ സത്യാനന്തര കാലത്തിൻ്റെ പ്രചാരകരും പ്രവാചകരുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നീ തലങ്ങളിൽ ഈ പ്രവണതകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഇപ്പോൾ വന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സത്യാനന്തര പ്രവർത്തനത്തിൻ്റെ ഭാഗമാകും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ജുഡീഷ്യറി അല്ലെങ്കിൽ നിയമ സംവിധാനം അതും ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് തന്നെ വഴിമരുന്നിട്ടിട്ടുള്ള ഈ സത്യാനന്തര പ്രവണതകൾ ഇന്ന് ഉത്തരേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ കാലുഷ്യത്തിൻ്റെയും കലാപത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ്. പിന്നീടത് കാശിയിലെത്തി. പിന്നീട് നമ്മൾ സമ്പലിൽ ഏറ്റവും ഒടുവിലായി അത് കണ്ടു. ഇപ്പോൾ അത് അജ്മീറിലേക്കും അതുപോലെയുള്ള ഒരുപാട് പുരാതന ആരാധനാലയ സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് നൽകിയ സംഭാവന? നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഈ നാട്ടിൽ ഏറെക്കാലമായി തർക്കത്തിലുണ്ടായിരുന്ന അയോധ്യയിലെ ബാബറി മസ്ജിദ്, രാമജന്മഭൂമി തർക്കത്തെ ഒഴിച്ചുള്ള സ്ഥലങ്ങളിലൊന്നും തർക്കം എന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. 1947 ഓഗസ്റ്റ് 15 എന്ത് അവസ്ഥയിലായിരുന്നോ ഏത് ദേവാലയങ്ങൾ ഉണ്ടായിരുന്നത്, അത് ഹിന്ദുക്കളുടെ ദേവാലയം മുസ്ലിങ്ങൾ കടന്നാക്രമിച്ചതായാലും ശരി, ജൈനന്മാരുടെ ദേവാലയം ഹിന്ദുക്കൾ കടന്നാക്രമിച്ച് സ്വന്തമാക്കിയതായാലും ശരി, ബുദ്ധിസ്റ്റുകളുടെ ദേവാലയം ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ജൈനന്മാരോ കടന്നാക്രമിച്ച് ഉണ്ടാക്കിയതായാലും ശരി, ഇതെല്ലാം 1947 ഓഗസ്റ്റ് 15 എന്തവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിലനിൽക്കണം എന്നൊരു നിയമം നമുക്കുണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. ആ നിയമം ആരും തള്ളിക്കളഞ്ഞിട്ടില്ല.
ആ നിയമം ഇപ്പോഴും ഉള്ളപ്പോഴും നമ്മുടെ ചീഫ് ജസ്റ്റിസ് അയോധ്യയെ സംബന്ധിച്ച്, അയോധ്യയിലെ ഭൂമി തർക്കത്തെ സംബന്ധിച്ചുള്ള വിധി നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നിയമം ഉണ്ടെങ്കിലും ഹിന്ദുക്കൾക്ക് മറ്റ് മതസ്ഥരുടെ ദേവാലയങ്ങളുടെ പിറകിൽ, അതിൻ്റെ പഴമയിൽ ഹിന്ദു ദേവാലയങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്ന കാര്യം അന്വേഷിക്കാനും അവർക്കത് മനസ്സിലാക്കാനും ഉള്ള അവസരം നമുക്ക് നിഷേധിച്ചുകൂടാ. കേൾക്കുമ്പോൾ വളരെ നിർദോഷകരമായി തോന്നാവുന്ന ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സമ്പലിൽ ഉള്ള പള്ളിയുടെ കീഴിൽ അമ്പലമുണ്ടോ, അജ്മീറിലെ സൂഫി ദർഗാലയം ഹിന്ദു മതാരാധന സ്ഥലമായിരുന്നു എന്നൊക്കെയുള്ള അന്വേഷണം, അതെല്ലാം കോടതികൾ വഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ നിയമം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കോടതികൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്. സംഭലിൽ ഈ കോടതിയുടെ ഉത്തരവനുസരിച്ച് അവിടെ അന്വേഷിക്കാൻ വന്ന ആൾക്കാരെ ചെറുത്ത് നിന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചത് 4 ചെറുപ്പക്കാരാണ്. 20-30 വയസ്സിനും ഇടയിലുള്ള 4 ചെറുപ്പക്കാരാണ് അവിടെ വെടികൊണ്ട് മരിച്ചത്. ആ വെടികൊണ്ട് മരിച്ചതിനെ പറ്റിയുമുള്ള കഥകളും സത്യാനന്തര കാലത്തെ വിവരണങ്ങളുടെ ഒരു നേർചിത്രമായിട്ടാണ്. അതായത് ഇതിന് പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർ പരസ്പരം വെടിവെച്ച് മരിച്ചു എന്നാണ് പോലീസിൻ്റെ കഥ. അവരുടെ എല്ലാം ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വെടിയുണ്ടകൾ പോലീസ് ഉപയോഗിക്കുന്ന വെടിയുണ്ടകളായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു സത്യാനന്തര കാലത്തിൻ്റെ വർണ്ണന അവിടെ കടന്നു വരികയുണ്ടായി. തീർച്ചയായും കാലുഷ്യത്തിൻ്റെയും കലാപത്തിൻ്റെയും സംഘർഷങ്ങളുടെയും വിഭാഗീയതയുടെയും ഒക്കെ കാലാവസ്ഥയിൽ മൂല്യങ്ങൾക്ക് സ്വരലയമുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അങ്ങനെ ഒരു കാര്യമാണ് എല്ലാ വർഷവും ആവർത്തിച്ച് ചീനിമരച്ചോട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ കൂടിച്ചേരുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എനിക്കുണ്ടായിട്ടുള്ള 2 വ്യക്തിപരമായ ചെറിയ അനുഭവങ്ങൾ പറയാം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ഡോക്ടറോട് ചോദിച്ചത് ഒരു വീഡിയോ കാണിക്കാൻ പറ്റുമോ എന്നാണ്. 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒരു 18 വയസ്സുള്ള ഒരു പയ്യനും ഏതാണ്ട് 50 വയസ്സുള്ള നമ്മുടെ നാട്ടുകാരിയായ പ്രശസ്തയായ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റും ചേർന്നുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഓഡിയോ എങ്കിലും കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. വീഡിയോ കേൾപ്പിക്കാൻ 1.5 മിനിറ്റേ ഉള്ളൂ, വളരെ ചെറുതാണ്. ഇത് കേട്ടിരിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് 100 വയസ്സുള്ള ഒരു സ്ത്രീ, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള, ലക്നൗവിൽ ജീവിച്ചിരിക്കുന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകരായ സയ്യിദ് നഖ്വിയുടെ ഉമ്മ എഴുതിയ ഒരു 4 വരി ഉറുദു കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷയും ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. വെറും 4 വരി കവിത എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആദ്യം ഈ ചെറിയ കുട്ടി എഴുതിയ ആ വരികളും അവൻ കൊടുത്തിട്ടുള്ള റാപ്പ് രീതിയിലുള്ള സംഗീതവും അതിൻ്റെ ഓഡിയോ ഒന്ന് ഞാൻ കേൾപ്പിക്കാൻ നോക്കാം. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ശ്രമം നടത്താം. എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പേ സയ്യിദ് സാബിൻ്റെ ഉമ്മയുടെ ആ സാധനം, ഇത്
അത് ഈ കുട്ടിയുടെ കാര്യം തന്നെ കേൾപ്പിക്കാം. ഉമ്മയുടെ കവിത തന്നെ ആദ്യം പറയേണ്ടി വരും. ഉമ്മയുടെ കവിത ഭയങ്കര രസകരമാണ്. അവർ ഒരു ഷിയ മുസ്ലിമാണ്, പ്രാക്ടീസിങ് മുസ്ലിമാണ്. അവരവരുടെ വീട്ടിലെ ഡൈനിങ് റൂമിൽ ഉറുദുവിൽ എഴുതി വെച്ചിട്ടുള്ള, അത് സയ്യിദ് സാബ് ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതിന് ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്, ഉറുദു എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഖുറാൻ കത്തിച്ചോളൂ, നല്ല മദ്യം അല്ലെങ്കിൽ ചീത്ത മദ്യം വാങ്ങി കുടിച്ചോളൂ, നന്നായി ഉറങ്ങിക്കോളൂ. പക്ഷേ വേദനിക്കുന്ന ഒരു മനുഷ്യന്, വിശക്കുന്ന ഒരു മനുഷ്യന് കാരുണ്യവും ഭക്ഷണവും നൽകാൻ നിനക്കായില്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഖുറാൻ കത്തിച്ചോളൂ, നല്ലതോ ചീത്തയോ ആയ മദ്യം സേവിച്ചോളൂ, സമയത്തും അസമയത്തും ഉറങ്ങിക്കോളൂ. പക്ഷേ വേദനിക്കുന്ന മനുഷ്യന്, വിശക്കുന്ന മനുഷ്യന് കാരുണ്യവും ഭക്ഷണവും നിനക്ക് നൽകാനാവില്ലെങ്കിൽ നിനക്ക് വീട്ടിൽ സ്ഥാനമില്ല. ഇതാണ് 100 വയസ്സായ സ്ത്രീ അവരുടെ യൗവനകാലത്ത് എഴുതിയിട്ടുള്ള കവിതയാണ്. കേൾക്കാവോ? Muslim, who is my Hindu, Sikh, who is my Christian, violent, who is my vile, divisive, eccentric, Muslim, Hindu, Sikh, Christian, atheist, anarchist, violent, divisive, Muslim, Hindu, Sikh, Christian, violent, vile, divisive, eccentric. Wasn't I a son first, a brother, a father? I was dubbed as the other. Anarchist, a dissident, an eccentric. But I was a daughter, a sister, a mother. I was dubbed as the other. Anarchist, a dissident, an eccentric. But I'm a human, alive. I was hopeful. Wasn't I a human until my kind was stolen? Now tell me, wasn't I just a human fending for life? I knew no kin, but my own kind. I'm human alive. Tell me my tribe. Is it the brave, the hopeful, the kind that's sincere, honest and blind to caste, creed, sex and divide? If not human, what is my kind? ലളിതമായിട്ട് ചോദിക്കുന്നത്, എന്നെ അനാർക്കിസ്റ്റായി, ഇസ്ലാമായി, ഹിന്ദുവായി, സിഖായി, ക്രിസ്ത്യനായി, നക്സലൈറ്റായി എല്ലാം മുദ്രകുത്തി. പക്ഷെ ഞാൻ ഒരു മകളല്ലേ, ഞാനൊരു മകനല്ലേ, ഞാനൊരു സഹോദരനല്ലേ, ഞാനൊരു സഹോദരിയല്ലേ, ഞാൻ ഒരു മനുഷ്യ ജീവിതമല്ലേ, എനിക്ക് ജീവിക്കാൻ അവകാശമില്ലേ എന്നാണ് ഈ ചെറിയ കവിത. ഒരു ചെറിയ 18 വയസ്സുള്ള ഒരു പയ്യൻ എഴുതിയിട്ടുള്ള കവിതയാണ് ഇത്. ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ പിക്ചറൈസേഷൻ ചെയ്തത് നമ്മുടെ നാട്ടുകാരിയായ ദീപയാണ്. അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ട്. അവസാനമായി ഈ ചെറിയ ആൾക്കാരിൽ നിന്ന് ഇവിടെ നമ്മുടെ കൂടെ ജീവിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്ത ഇത്ര ആൾക്കാരുടെ ഈ ആശയങ്ങളോട്, മൂല്യങ്ങളുടെ സ്വരലയത്തെ അടിവരയിടുന്ന ഈ ആശയങ്ങളോടൊപ്പം 2 മഹാവ്യക്തികളുടെ 2 വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവസാനം പറയുന്ന കാര്യം മൂല്യങ്ങളുടെ സ്വരലയവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ഞാൻ വളരെ കലുഷമായ കാര്യങ്ങളെപ്പറ്റിയാണ് ഉത്തരേന്ത്യയിലും ഇപ്പോൾ കേരളത്തിലുമൊക്കെ ഞാൻ കാണുന്ന കലുഷമായ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ അവിടെ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി പറഞ്ഞിട്ടുള്ള വ്യക്തിത്വം ദലായ് ലാമയാണ്. ദലായ് ലാമ പറഞ്ഞതെന്ന് വെച്ചാൽ, സഹിഷ്ണുത എന്തായിരിക്കണം എന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ശത്രുവിൻ്റെ അടുത്തു നിന്നാണ്. നമ്മുടെ ശത്രു എന്താണോ ചെയ്യുന്നത്
അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സഹിഷ്ണുത. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് മദർ തെരേസ പറഞ്ഞത്, ബഹുസ്വരതയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മൂല്യങ്ങളുടെ സ്വരലയം പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ത്യയിലും ലോകത്തിലെമ്പാടും വളർന്ന് പരിലസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.